ഇപ്പൊ പ്രാക്ടിക്കൽ സെക്ഷൻ വെക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞാളെ. സ്കൂൾ വെക്കുകയാണെങ്കിൽ എപ്പോഴും പഠിപ്പുണ്ടാവരുത്. എപ്പോഴും പീരീഡ് ഉണ്ടാവണം, PT പീരീഡ് ഉണ്ടാവണം. അതാണ് ഫുട്ബോള് ചെക്കന്മാർ കളിച്ച് വളരട്ടെ, പഠിച്ച് വളരട്ടെ, കളിച്ച് വളരട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന കളക്ടർ ആവണം ഇനി മുതൽ അല്ലേ. പിന്നെ സ്കൂളിൽ പെൺകുട്ടികളുണ്ടാവാൻ പാടില്ല. പെൺകുട്ടികൾ പാടില്ല. എല്ലാവരും അതിന്റെ പിന്നാലെ പോകും. അതാണ് ചെക്കൻ സിഗ്മ മേലാണ് കേട്ടോ. ചെക്കൻ പറഞ്ഞ നിങ്ങളെല്ലാം കേട്ടില്ല. ഒന്നുകൂടി പറയും. സ്കൂളിൽ പെൺകുട്ടികളുണ്ടാവാൻ പാടില്ല. ഇതിപ്പോ എത്രയില പഠിക്കണേ? ഞാൻ 5ൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ഒരു ബദറുദ്ദീൻ്റെ ഒരു തോട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സ്കൂൾ പഠിക്കുമ്പോൾ പാടില്ല. അവനക്ക് അതുണ്ടാകുമ്പോൾ തലമുറ നശിച്ചു പോവാണ്. കായികത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല അല്ലേ. വായി നോക്കി പോകരുത്. നമ്മളുടേതായ ഒരു ലക്ഷ്യം ഉണ്ടാകണം അല്ലേ. നമ്മളൊരു വട്ടം പറഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ല മൈൻഡ് ചെയ്യാൻ പോരുത്. അല്ല അത് ഒന്നുകൂടി പറയും. നമ്മളൊരു വട്ടം ഇഷ്ടമാണ് പറഞ്ഞ് ഇഷ്ടമല്ലാതെ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കാൻ പോരുത്. ഇതിന്റെ പോലെ സിഗ്മയിലായിട്ട് എടുക്കാം. ഇതിനാണ് സിഗ്മലൈൻ എന്ന് പറഞ്ഞത്. ഇതിനാണ് സിഗ്മലൈൻ എന്ന് പറഞ്ഞത്. അത് സിഗ്മലൈൻ അല്ല പൊട്ട, ജോലൈനാണ്. അയ്യോ ബദറുദ്ദീൻ W ഒന്നും പറയാനില്ല. ഇവനെ ഇഷ്ടപ്പെട്ടവർ ഒരു ഫയർ അടിക്കുക. അതാണ്. അപ്പോൾ ചെക്കൻ്റെ അഭിപ്രായത്തിൽ ഗേൾസ് അവൻ പഠിക്കുന്ന സ്കൂളിൽ അല്ല, ഈ എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഇപ്പം എത്ര 6-6 പഠിക്കണേ? 5 യു പി സെക്ഷനിൽ ഗേൾസ് പാടില്ല എന്നാണ് പറഞ്ഞത്. ഗേൾസ് ഉണ്ടെങ്കിൽ വായി നോക്കാൻ പോകും. അപ്പോൾ അവനക്ക് ഫുട്ബോളിലാണ് താല്പര്യം. അവനക്ക് ഫുട്ബോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. ടീച്ചർമാർ എല്ലാ ദിവസവും മെസ്സിനെ കൊണ്ടുവരുന്ന നമ്മുടെ സ്കൂളിൽ ടീച്ചർമാർ മെസ്സിനെ കൊണ്ടുവരണം. മെസ്സിനെ കൂടെ ഫുട്ബോൾ എടുക്കണം. ചെക്കന് വലിയ തോട്ടാണ് കേട്ടോ. സ്കൂളിൽ ടീച്ചർമാരുണ്ടാവാൻ പാടില്ല. എല്ലാവരും ഇവനെ കണ്ടു പഠിക്കണം. ഓക്കെ, സ്കൂളിൽ ടീച്ചർമാരുണ്ടാവാൻ പാടില്ല. സ്കൂൾ വെച്ചിരിക്കണ് PT മാഷ് മാത്രം ഉണ്ടായാൽ മതി. അതാണ് ചെക്കൻ്റെ തോട്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നതുവരെ ഷെയർ ആക്കുക, മാക്സിമം ഷെയർ ആക്കുക. സ്കൂൾ വേണ്ട, നമുക്ക് ടർഫ് മതി. സ്കൂളിൽ സെറ്റ്. അപ്പൊ നമ്മളിന്ന് അതാണ് നമ്മുടെ നാട്ടിൽ കോഴി പിന്നാലെ വായ നോക്കി നടക്കുകയാണ്. അപ്പൊ നമ്മള് സിഗ്മയിൽ പറഞ്ഞിട്ട് കല്ലെടുത്ത് എറിയാൻ പറ്റൂല. ക്ലാസ്സിന്റെ കിട്ടും. അപ്പൊ നമ്മള് കോഴിയേരെയൊക്കെ ഉണ്ടാ കോഴിത്തരം കാണിക്കുന്നു. കോഴി പിന്നെ കോഴിത്തരല്ലാതെ പട്ടി. എന്നാ പോയോക്കാ. ഒരു മീനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിടിച്ചില്ല. അന്ന് വേഗം പിടിച്ചു കൊടുത്താ. എന്നിട്ട് വേണം വീഡിയോ വൈൻഡപ്പ് ആക്കാനേ. W സ്പാം ചെയ്തിട്ടുണ്ടെങ്കിൽ മീനെ പിടിക്കുന്നാന്ന് പറഞ്ഞത്. എല്ലാവരും W സ്പാം ചെയ്യാം. ഹായ് വിടണോ എല്ലാവരും. അത് മതി. ആടെ ഒരു W ഇട്ടാ മതി. ഓന് മീനെ ഇതാക്കുന്ന പറഞ്ഞ്. മതി. വാ ഇജി പിടിക്ക്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി തോട്ട് പറഞ്ഞാളെ. സ്കൂളിൽ ടീച്ചർമാരുണ്ടാവരുത്. PT മാഷ് മാത്രം. സ്കൂളിൽ പഠിപ്പുണ്ടാവരുത്. പിന്നെ സ്കൂളിൽ പെൺകുട്ടികളുണ്ടാവാൻ വരുത്. ഇതേപോലെ സിഗ്മയിലായിട്ട് നടക്കണം. പിന്നെ എല്ലാരും പിന്നെ ഇത് പറഞ്ഞു തിയറി സെക്ഷൻ മാറ്റിട്ട് പ്രാക്ടിക്കൽ ഫുള്ള് പ്രാക്ടിക്കൽ സെക്ഷൻ ആക്കാൻ പറഞ്ഞാളെ. യെസ്. വേറെന്താ പറയാള്? പിന്നെ കളക്ടറിനോട് പറയാനുള്ളത്, കളക്ടർ സ്കൂളല്ലേ തടച്ചു കൂട്ടണം. സ്കൂൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ പഠിപ്പുണ്ടാവരുത്. അതാണ് സ്പോർട്സ്. പിന്നെ സ്കൂളിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടണ പകരം എല്ലാവർക്കും മാസം ഫോൺ കിട്ടണം കുട്ടികൾക്ക്. തീർച്ചയായും കൂട്ടാക്കും. എന്താണ് റേഷൻ കടയിൽ നിന്ന് നമ്മൾ തീർച്ചയായും സബ് ചെയ്ത് കൂട്ടാക്കും. ഓക്കെ, നമ്മളില്ലേ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടണ പകരം എല്ലാ ദിവസവും ഒരു iPhone കിട്ടുക.
ഐഫോൺ മതി.